അഗസ്ത്യയും ദിശയും ഒരു കഫറ്റേരിയയിൽ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത്, സാറിന് വിവാഹത്തിലൂടെ വേണ്ടത് ഒരു കോൺട്രാക്ട് വൈഫിനെയാണ്, അതായത് വെറുതെ ഒരു ഭാര്യ. എക്സാക്ട്ലി. ദിശയുടെ ചോദ്യത്തിന് അഗസ്ത്യ മറുപടി പറഞ്ഞു. ഈ സിനിമാ പേരിന് ശരിക്കും അർത്ഥം വന്നത് ഇപ്പോഴാ. അല്ല സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? അന്നേരം അഗസ്ത്യ ഒന്ന് മൂളി. നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞ് സാറ് വേറെ വിവാഹം കഴിക്കുമോ? അതെന്തിനാ നീ അറിയുന്നത്? അതൊക്കെ എൻ്റെ പേഴ്സണൽ മാറ്ററാണ്. ഞാൻ പറഞ്ഞതാ, നമ്മുടെ താലി കെട്ട് കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. നിൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല, അതുപോലെ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ പാടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ എൻ്റെ ഭാര്യയായി അഭിനയിക്കുന്നു. അതിന് പ്രതിഫലമായി നിൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് സ്വർണം വാങ്ങിക്കാനുള്ള ക്യാഷ് ഞാൻ തരുന്നു. മനസ്സിലായോ? അവൾ പതിയെ ഒന്ന് മൂളി. അപ്പോൾ നമുക്ക് ഡീൽ ഉറപ്പിച്ചാലോ? അഗസ്ത്യയുടെ ചോദ്യം കേട്ട് അവൾ വീണ്ടും മൂളിയതേ ഉള്ളൂ. എന്താ എല്ലാവരും മൂളലിൽ ഒതുക്കി കളയുന്നേ? ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവില്ല എന്ന് വല്ലതും ആണോ? അങ്ങനെ വല്ല വ്യാമോഹം ഉണ്ടെങ്കിലേ അതിപ്പോൾ തന്നെ എടുത്ത് കളഞ്ഞേക്ക്. ഒരിക്കലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അഗസ്ത്യയുടെ മറുപടി കേട്ട് ദിശ ഒരു നിമിഷം അവനെ തന്നെ നോക്കി. ഞാനൊരു ഒഴിയാബാധയായി സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, പോരെ? പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞോ എന്നെ സ്നേഹിക്കണമെന്ന്? താലിയും സിന്ദൂരവും എത്രത്തോളം പവിത്രമാണെന്നേ ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് വിവാഹം കേവലം വെറുമൊരു കരാർ മാത്രമാകുന്നു എന്നറിഞ്ഞപ്പോൾ എവിടെയോ ഒരു വേദന. പക്ഷെ സാറിൻ്റെ ആവശ്യം എനിക്ക് അംഗീകരിച്ചേ പറ്റൂ. എൻ്റെ ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കണമെങ്കിൽ കുറച്ച് നാൾ എനിക്ക് സാറിൻ്റെ വീട്ടിൽ താമസിച്ചേ പറ്റൂ. അതിന് നല്ലൊരു മാർഗം ഇതാണ്. ദിശ അത്രയും പറഞ്ഞു നിർത്തി. ഗുഡ്, തനിക്ക് ബുദ്ധിയുണ്ട്. പിന്നെ അച്ചമ്മയ്ക്കേ നിന്നെ ഒന്ന് കാണണമെന്ന്. പുള്ളിക്കാരിക്ക് നിന്നെ അത്രയ്ക്കങ്ങ് ബോധിച്ചിട്ടില്ല. നാളെ അമ്മയും അച്ചമ്മയും നിന്നെ കാണാൻ വരും. നിന്റെ ഗുണ്ടായുസൊന്നും ഇപ്പോൾ പുറത്തേക്കെടുത്തേക്കരുത്. അഗസ്ത്യ അവൾക്ക് താക്കീത് നൽകി. പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ കരാർ മൂന്നാമതൊരാൾ അറിയാനും പാടില്ല. ഇല്ല സാർ, ആരും അറിയില്ല. പിന്നെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ ഗുണ്ടായുസം പുറത്തെടുക്കാനല്ലേ? അത് മതി. അല്ല, സാറിൻ്റെ പുന്നാരപ്പച്ചു വരില്ലേ? അവരെന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ നന്നായി മാന്തവിടും. പറഞ്ഞില്ലെന്ന് വേണ്ടില്ല. ദിശ ചുണ്ടു കൂർപ്പിച്ചു. തൽക്കാലം നീ ആരെയും ചൊറിയാൻ നിൽക്കണ്ട, അഗസ്ത്യ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അല്ല സാറേ, സാറിന് വല്ല പ്രേമമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുട്ടിയെ തന്നെ കെട്ടിയാൽ പോരെ? ദിശയുടെ ചോദ്യം കേട്ട് അഗസ്ത്യയുടെ മുഖം ചുളുങ്ങി. എനിക്ക് പ്രണയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്നെയല്ല, ഇനി ഒരു പെണ്ണിനെയും ഞാൻ സ്നേഹിക്കില്ല, പ്രണയിക്കില്ല. ഓ, മനസ്സിലായി. പ്രണയ നൈരാശ്യം. എൻ്റെ സാറെ തേപ്പ് കിട്ടുന്നതൊക്കെ ഇപ്പോൾ ഒരു നാട്ടു നടപ്പല്ലേ? അതൊക്കെ ഓർത്ത് ബാക്കിയുള്ള ജീവിതം കളയുന്നത് മണ്ടത്തരാണെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞോ എനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്? അപ്പോൾ അതുമല്ലേ? ഓ, മനസ്സിലായി. സാറ് ഗേ ആണല്ലേ? ഇപ്പം അതാണല്ലോ ട്രെൻഡ്. ഞാനെന്നും ട്രെൻഡിനൊപ്പം. സാറ് ധൈര്യമായി സാറിൻ്റെ ഇഷ്ടം വീട്ടിൽ അറിയിക്കൂന്നേ. ഞാനുണ്ടാവും കൂടെ. അന്നേരം അവൻ അവളെ ദഹിപ്പിച്ച് നോക്കി. അപ്പോൾ അതുമല്ല, ഇനിയിപ്പോൾ സാറിൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആണോ? എങ്കിൽ സാറിൻ്റെ കിഡ്നി ഞാൻ തരാം. നമുക്ക് ഈ മാരേജ് അങ്ങ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. ദേ, എൻ്റെ കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. നിനക്ക് വേണമെങ്കിലേ കിഡ്നി ഞാൻ അങ്ങോട്ട് തരാം. അയ്യോ, 3 കിഡ്നിയൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും? എനിക്കെങ്ങും വേണ്ടേ സാറിൻ്റെ കിഡ്നിയൊന്നും. അതെ സാറേ, പിന്നെ ഉണ്ടല്ലോ. ദയവ് ചെയ്ത് ഇനി ഈ വാ തുറക്കരുത്. ഈ വാ തുറക്കാതിരിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടേ? അവളെന്തോ പറയാൻ വന്നതും അഗസ്ത്യ കെഞ്ചി പറഞ്ഞു. തൽക്കാലം ഒരു ബ്ലൂബെറി മിൽക്ക് ഷേക്ക് വാങ്ങി തന്നാൽ മതി. അത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എൻ്റെ വാ തുറന്നു വരാം. അതുകൊണ്ട് സാറിന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു തന്നു. എനിക്ക് ഒരു വിരോധവും ഇല്ല. ദിശ പറഞ്ഞത് കേട്ടതും അഗസ്ത്യ അവളൊന്ന് നോക്കി. ശേഷം ഒരു ബ്ലൂബെറി മിൽക്ക് ഷേക്ക്, ഒരു കാപ്പച്ചിനോ, ഒരു ലോഡഡ് ഫ്രൈസ്, ഒരു പ്ലേറ്റ് ചിക്കൻ ലോലിപോപ്പ്, ഒരു പീസ് ചോക്ലേറ്റ് കേക്ക്, ഇത്രയും ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത ഫുഡ് എത്തിയതും കാപ്പച്ചിനോ തൻ്റെ അരികിൽ വെച്ച് ബാക്കിയൊക്കെയും അവളുടെ അരികിലേക്ക് നീക്കി വെച്ചു. ദിശ അവനെ ഒന്ന് നോക്കി. അന്നേരം അവൻ കഴിച്ചോ എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ഇരുന്ന ഇരിപ്പിൽ എല്ലാം കാലിയാക്കിയേനെ. പക്ഷെ അവൻ്റെ മുന്നിൽ ആക്രാന്തം കാട്ടാൻ പാടില്ലല്ലോ. ഡീസൻസി വിട്ട് ഒരു കളിയുമില്ല. അതുകൊണ്ട് നുള്ളിപ്പെരക്കി സ്റ്റൈലിൽ അങ്ങ് കഴിക്കാൻ തുടങ്ങി. അഗസ്ത്യ തൻ്റെ ഫോണിൽ ശ്രദ്ധ കൊടുത്ത് കാപ്പച്ചിനോ സിപ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അവൻ തല ഉയർത്തി അവളെ നോക്കി. ഫോണിൽ ശ്രദ്ധ പതിപ്പിച്ച് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ദിശ അവൾ ആദ്യമായി കാണുന്നത് പോലെ ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്താകമാനം അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു.
അവളുടെ പുരികവും നെറ്റിയിലെ കുഞ്ഞു പൊട്ടും കൺപീലിയും കുഞ്ഞു മൂക്കും ഇളം റോസ് നിറത്തിലുള്ള ആദരങ്ങളും സ്വർണ്ണ നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ നിറഞ്ഞ വെളുത്ത ചെവി, അതിൽ തൂങ്ങിക്കിടക്കുന്ന ഇയറിങ്സ്, അതിനു മുകളിൽ വെള്ളക്കല്ല് പതിപ്പിച്ച സെക്കൻഡ് സ്റ്റഡ് ആൻഡ് തേർഡ് സ്റ്റഡ്, പിന്നെ ചെവിയുടെ ഉൾഭാഗത്തും സ്റ്റോൺ പതിപ്പിച്ച കുഞ്ഞു കമ്മലിട്ടിട്ടുണ്ട്. ദൈവമേ, ഈ പെണ്ണുങ്ങളുടെ ചെവിയുടെ ഉൾഭാഗത്തും കുത്താറുണ്ടോ? അപ്പോൾ വേദനിക്കില്ലേ? അവൻ ചിന്തിച്ചു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൾ ഇടയ്ക്കിടെ മാടി ഒതുക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവൾ പെട്ടെന്ന് തല ഉയർത്തി നോക്കിയതും തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന അഗസ്ത്യയാണ് കാണുന്നത്. അവൻ്റെ ആ നോട്ടം കണ്ട് അവന് കേക്ക് വേണമായിരിക്കും എന്നപ്പോൾ അവൾ താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേക്ക് അവനരികിലേക്ക് നീക്കി വെച്ചു. താൻ വായി നോക്കിയ കാര്യം പെണ്ണിന് കത്തിയിട്ടില്ല എന്ന തോന്നലിൽ അവനൊന്നും അറിയാത്ത പോലെ 2-3 സ്പൂൺ കേക്ക് കഴിച്ചു. ശേഷം അവളുടെ അരികിലേക്ക് തന്നെ നീക്കി വെച്ചു. അന്നേരം അവൻ്റെ മീശത്തുമ്പിൽ പറ്റിയ കേക്കിൻ്റെ പൊടി കണ്ട് അവൾ അവനോട് കാര്യം പറഞ്ഞു. അവനത് കൃത്യമായി തുടച്ചു കളയാൻ പറ്റിയില്ല. അന്നേരം അവളുടെ വിരലുകൾ അവൻ്റെ മീശത്തുമ്പിലേക്ക് നീണ്ടു. ആ ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു വലിച്ചു. അവൾ ചമ്മലോടെ നോട്ടം പിൻവലിച്ചു. കേക്കിൻ്റെ പൊടി തുടച്ചു കൊടുത്തു. തൻ്റെ കൈ പിൻവലിച്ചു. അവനെ നോക്കാതെ തൻ്റെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൽ ശ്രദ്ധ കൊടുത്തു. അന്നേരം അവൻ തൻ്റെ ചൂണ്ടുവിരൽ മടക്കി തൻ്റെ മീശ ഒന്നുകൂടി അമർത്തി തുടച്ചു. ഇരു സൈഡും കണ്ണോടിച്ചു. ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി. ആ സമയത്താണ് ദിശയുടെ ഫോൺ ശബ്ദിക്കുന്നത്. അർജുനായിരുന്നു അത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു സംസാരിച്ചു. ഹലോ അജു. ഞാനിപ്പോൾ പുറത്താടാ. പുറത്തെന്ന് വെച്ചാൽ കോഫി ടോഫിയിൽ. ഒറ്റയ്ക്കല്ല. എന്താ? കൂടെ ഉള്ളത് ആരാണെന്നോ? അതെന്തിനാ നീ അറിയുന്നേ? അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തും, പോരെ? എന്താ, നീ ഇങ്ങോട്ട് വരാമെന്നോ? വേണ്ട വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നേക്കാം. ഹലോ അജു. കോൾ കട്ടായതും അവൾ ഫോൺ തിരികെ വെച്ചു. ദിശയുടെ സംസാരം അഗസ്ത്യ ശ്രദ്ധിച്ചിരുന്നു. ആരാ? അവന് ചോദിക്കാതിരിക്കാനായില്ല. എന്താ? അല്ല, കോൾ ചെയ്തത് ആരാണെന്ന് ചോദിച്ചതാ. എൻ്റെ ഫ്രണ്ടാ അർജുൻ, കോളേജ് ചെയർമാനാ. ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ എനിക്ക് പങ്കെടുത്തേ പറ്റൂ. അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ട, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. അവനോട് വിളിച്ച് പറഞ്ഞേക്ക്. അഗസ്ത്യക്ക് മറുപടി പറയാൻ ചിന്തിക്കേണ്ടി വന്നില്ല. സർ, അതൊന്നും വേണമെന്നില്ല, ഞാൻ അവൻ്റെ കൂടെ പോയിക്കോളാം. ഇങ്ങോട്ടൊന്നും പറയണമെന്നില്ല, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞതല്ലേ കുറച്ച് ദിവസം ഞാൻ തൻ്റെ പിന്നാലെ ഉണ്ടാവുമെന്ന്. ഏത് നേരവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വാഷ് ഏരിയയിലേക്ക് നടന്നു. അന്നേരം അവൾ അർജുനെ തിരികെ വിളിച്ചു. എടാ അജു, നീ വരണ്ടാട്ടോ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. നീ കുറേ നേരമായല്ലോ ഇത് തന്നെ ചോദിക്കുന്നു. എന്നാ കേട്ടോ, എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫിയാൻസിയാണ്. അത്രയും പറഞ്ഞ് ദിശ കോൾ അവസാനിപ്പിച്ചു. വാഷ് ഏരിയയിലേക്ക് നടന്നു. കൈ കഴുകാൻ നേരം ദേ വന്നു അടുത്ത വിളി. അത് മറ്റാരുടെ ആയിരുന്നില്ല, മയൂരി ആയിരുന്നു. കൂടെ മാനസികം ഉണ്ടാവുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്താടി? ദിശ കടുപ്പിച്ച് ചോദിച്ചു. ദച്ചു, നിന്റെ കൂടെ ഉള്ളത് ആരുടെ ഫിയാൻസി ആണെന്നാ പറഞ്ഞ്? ഓഹോ, ഇത്ര പെട്ടെന്ന് ന്യൂസ് സ്പ്രെഡായോ? എടി, ചോദിച്ചതിന് ഉത്തരം പറ. എൻ്റെയാ? എന്തേ, എനിക്ക് ഫിയാൻസി ഉണ്ടായിക്കൂടെ? ആളാരാണെന്നറിയോ? നമ്മുടെ DCP അഗസ്ത്യ സാർ. അങ്ങേരാന്നേ? ദച്ചു, നീ ചിരിപ്പിക്കാതൊന്ന് പോകുന്നുണ്ടോ? വേണേ വിശ്വസിച്ചാൽ മതി. അഗസ്ത്യ സാറും ഞാനും ഇപ്പോൾ കോഫി ടോഫിയിലുള്ളേ. അങ്ങേരെ എനിക്ക് വയറ് നിറയെ ഫുഡ് വാങ്ങിച്ചു തന്നു. പിന്നെ എന്നോട് ഐ ലവ് യു പറഞ്ഞു. കയ്യിലൊരു ഉമ്മയും തന്നതേ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്താ, നീ ഞെട്ടിയോ? എന്നാ കുറച്ചു നേരം അവിടെ ഞെട്ടിക്കൊണ്ടിരുന്നോട്ടാ. അപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തും. അത്രയും പറഞ്ഞ് ദിശ കോൾ അവസാനിപ്പിച്ച് തിരിഞ്ഞതും പിന്നിതേ നിൽക്കുന്നു അഗസ്ത്യ. അവൻ്റെ നോട്ടം കണ്ടാലറിയാൻ മുഴുവൻ കേട്ടിട്ടുണ്ടെന്ന്. കൂട്ടുകാരിയാ മയൂരി, ഞാൻ ചുമ്മാ അവിടെ പറ്റിക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് ദിശ ചമ്മലോടെ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. അന്നേരം അഗസ്ത്യയുടെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അഗസ്ത്യ ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അന്നേരമാണ് ആര്യൻ്റെ കോൾ വരുന്നത്. ആര്യനുമായി സംസാരിക്കുന്ന നേരത്താണ് അഗസ്ത്യ ആ കാഴ്ച കാണുന്നത്. റോഡ് മുറിച്ച് കടക്കാൻ ബുദ്ധിമുട്ടുന്ന സ്കൂൾ കുട്ടികളെ റോഡ് കടത്തി കൊടുക്കുന്ന ദിശ. റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞതും കുട്ടികളെല്ലാവരും കൂടി ദിശയുടെ കവിളിൽ ചുംബിക്കുന്നുണ്ട്. അന്നേരം ഒരു കൊച്ചുകുട്ടിയുടെ ഇരു കവിളിലും പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദിശ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. സംഭവം ഗജിനി കോപ്പിയാണെങ്കിലും കാണാൻ അടിപൊളിയാ എന്ന് മനസ്സിൽ പറഞ്ഞ അഗസ്ത്യ കണ്ണെടുക്കാതെ ഈ കാഴ്ച നോക്കുന്നു. അന്നേരമാണ് ദിശയെ ലക്ഷ്യം വെച്ച് വരുന്ന വാഹനം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ അഗസ്ത്യ ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു. കൂടുതൽ നേരം ചിന്തിച്ച് നിൽക്കാതെ അഗസ്ത്യ ദിശയെ ലക്ഷ്യം വെച്ച് നീങ്ങി. ദിശ! അഗസ്ത്യ ദിശയെ ഉറക്കെ വിളിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ഓടി. ദിശയുടെ അരികിലേക്ക് വരുന്ന അഗസ്ത്യയെ കണ്ടതും വണ്ടിയിലിരിക്കുന്ന ഗുണ്ടയിലൊരുത്തൻ പുറത്തേക്ക് കൈയിട്ട് അവളെ പിടിച്ചു തള്ളിയതും അവൾ റോഡിനൊരു വശത്തേക്ക് വീഴുകയായിരുന്നു.
അഗസ്ത്യയുടെ ശ്രദ്ധ ദിശയിലേക്ക് നീണ്ടതും ആ വാഹനം അവിടെ നിന്ന് ധൃതിയിൽ മുന്നോട്ട് നീങ്ങി. എങ്കിലും വണ്ടിയുടെ നമ്പർ അഗസ്ത്യ ശ്രദ്ധിച്ചിരുന്നു. അതപ്പം തന്നെ ആര്യനെ വിളിച്ചറിയിച്ചു. അഗസ്ത്യ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ദിശയുടെ അരികിൽ ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ നെറ്റി മുറിഞ്ഞ് രക്തം വരുന്നുണ്ടായിരുന്നു. വേദനയും പേടിയും കൊണ്ടാവാം അവളുടെ കണ്ണ് നിറഞ്ഞു വന്നിട്ടുണ്ട്. അവളിട്ടിരിക്കുന്ന വെളുത്ത ചുരിദാറിൽ മണ്ണും പൊടിയും പറ്റിയിരുന്നു. അഗസ്ത്യ ദിശയെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ലെന്ന പോലെ തട്ടിക്കൊടുത്തതും ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പതുങ്ങി. അവളെ താങ്ങി പിടിച്ചവൻ തൻ്റെ വണ്ടിക്കരികിലേക്ക് നടന്നു. ഇതേ സമയം ദിശയെ ഇടിക്കാനായി ചെന്ന വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടു. വണ്ടി ഒരു ഗേറ്റിനുള്ളിലേക്ക് തിരിച്ച ശേഷം വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് മേലെ ഒട്ടിച്ചു വെച്ച ഫേക്ക് നമ്പർ സ്റ്റിക്കർ അടർത്തി മാറ്റി വണ്ടി ഗേറ്റിന് പുറത്തിറങ്ങി മുന്നോട്ട് നീങ്ങി. അഗസ്ത്യ നൽകിയ ഇൻഫർമേഷൻ പ്രകാരം ആര്യനും സംഘവും റോഡരികിൽ ഓരോ വണ്ടിയുടെയും നമ്പർ ചെക്ക് ചെയ്ത് വണ്ടി പരിശോധിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ ദിശയെ ഇടിക്കാൻ ചെന്ന വണ്ടിയും ഉണ്ടായിരുന്നു. തങ്ങൾ അന്വേഷിക്കുന്ന വണ്ടി ഇതല്ല എന്ന് സ്ഥിരീകരിച്ചു ആ വണ്ടിയെ പോലീസ് കടത്തിവിട്ടപ്പോൾ പോലീസിനെ അതിവിദഗ്ധമായി പറ്റിച്ചു ആ വണ്ടി മുന്നോട്ട് നീങ്ങി. കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ദിശ തൻ്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് എരിവലിച്ചു. അവളുടെ കൈമുട്ടിലും വേദന അനുഭവപ്പെടുന്നുണ്ട്. അന്നേരം അവൾ കൈ ഉയർത്തി നോക്കിയപ്പോൾ കൈ മുറിഞ്ഞിട്ടുണ്ട്. വലത് ഭാഗത്തേക്ക് തല ചിരിച്ചു നോക്കിയതും തന്നെ ദഹിപ്പിച്ച് നോക്കുന്ന അഗസ്ത്യയാണ് കാണുന്നത്. ആരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛനായത്? കുട്ടികളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കാൻ അവിടെ പോലീസുണ്ട്. അവർ ആ ഡ്യൂട്ടി എന്നും ചെയ്യുന്നതാ. അവൻ്റെ ആ പറച്ചിൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ അവനെ ദഹിപ്പിച്ച് നോക്കി പേടിപ്പിക്കുന്നോടി. സാറിനോട് പേടിക്കാൻ ഞാൻ പറഞ്ഞോ? പിന്നെ നീ പേടിച്ചാൽ ഞാനങ്ങ് പേടിക്കും. സാർ ചുമ്മാ ചൊറിയാൻ വരല്ലേ? ഞാനാകെ വട്ടി പിടിച്ചിരിക്കുക. എനിക്ക് കൈ വേദനിക്കുന്നു. നന്നായി, ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. സാറിനോട് സഹായിക്കാൻ ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ എനിക്ക് വല്ലതും പറ്റിയ സാറിനെന്താ? സാർ എൻ്റെ ആരാ? കൊള്ളാം, ഞാൻ തൻ്റെ ആരാന്നറിയാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. മോളെ ദിശ, അതങ്ങ് ചുരുട്ടിക്കോട്ടി പോക്കറ്റിലിട്ടോ. അന്നേരം ദിശ അവനെ നോക്കി പല്ല് ഞടിച്ചു. അത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. ദിശ സ്വന്തം ജീവന് അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു. ദിശ ദേഷ്യപ്പെടാൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞതല്ലേ ഏതു നേരവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാന്ന്. സോറി സാർ, ഞാൻ അറിയാതെ. ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട. ഇന്നിപ്പോൾ കോളേജിലെങ്ങും പോകണ്ട. ഈ കോലത്തെ വീട്ടിൽ ചെന്നിട്ട് അവരെ കൂടി വിഷമിപ്പിക്കേണ്ട. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്താ. അവിടെ പോയി ഈ ഡ്രസ്സൊക്കെയും മാറി മുറിവിലൊക്കെ മരുന്നും വെച്ചേക്കാം. അവൻ പറയുന്നത് കേട്ടതും അവൾ കണ്ണു മേടിച്ചു നോക്കി. എന്താ, എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന പോലെ ചുമൽ കൂച്ചി. അഗസ്ത്യ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവളുടെ കൈമുട്ടിലെ മുറിവ് ക്ലീൻ ചെയ്തു. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ കാറിനുള്ളിൽ വെച്ച് ഞാൻ നിൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് തരുന്നത്. അവളുടെ നെറ്റിയിലെ രക്തം ഡെറ്റോൾ വെച്ച് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അഗസ്ത്യ പറഞ്ഞു. നീറ്റൽ കാരണം അവൾ എരിവലിച്ചു. അവൻ്റെ ശ്രദ്ധ അവളുടെ മുറിവിലായിരുന്നുവെങ്കിൽ അവളുടെ ശ്രദ്ധ അവൻ്റെ മുഖത്തായിരുന്നു. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്തേക്ക് തട്ടുന്നുണ്ട്. അവൻ്റെ മുഖത്ത് നിന്ന് എന്തോ അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവളുടെ നെറ്റിയിലെ മുറിവ് ക്ലീൻ ചെയ്ത് തല ഉയർത്തിയതും തൻ്റെ രക്തം ഊറ്റുന്ന ദിശയാണ് അവൻ കാണുന്നത്. അത് കാണാത്തതുപോലെ നടിച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ തോളിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നത് അവൻ കാണുന്നത്. തൻ്റെ തോളിലേക്ക് നീളുന്ന അവൻ്റെ നോട്ടത്തിന് പിന്നാലെയാണ് അവളും തൻ്റെ തോളിൽ ശ്രദ്ധിക്കുന്നത്. അവിടെ തൊട്ടു നോക്കിയതും അവൾക്ക് നല്ല വേദന അനുഭവപ്പെട്ടു. ആ ഷോളൊന്ന് മാറ്റിക്കേ, അവൻ പറഞ്ഞു കേട്ടതും അവൾ കഴുത്തി കിടക്കുന്ന തൻ്റെ ഷോൾ എടുത്ത് കയ്യിൽ പിടിച്ചു. കഴുത്തിൽ ഡെറ്റോൾ പുരട്ടിയപ്പോൾ അവൾക്ക് നല്ല നീറ്റൽ തോന്നി. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുക്കി പിടിച്ചു. എന്താ, വേദനിക്കുന്നുണ്ടോ? അവളൊന്ന് മൂളി. അന്നേരം അവൻ അവളുടെ തോളിലേക്ക് മുഖമടുപ്പിച്ചു പതിയെ ഊതി മരുന്ന് വെക്കാൻ തുടങ്ങി. അവൻ്റെ തലമുടിയിൽ നിന്നും വമിക്കുന്ന കണ്ടീഷണറിൻ്റെയും ഷാമ്പുവിൻ്റെയും ഗന്ധം അവൾ ആസ്വദിച്ചു. അവനിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിൻ്റെയും അവൻ്റെ വിയർപ്പിൻ്റെയും സമ്മിശ്രഗന്ധം അവളെ മത്തു പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ തലചെരിച്ചു മെല്ലെ അവനെ നോക്കി. തൻ്റെ തോളിലേക്ക് മുഖം കുനിച്ചു നിൽക്കുന്നതിനാൽ അവൻ്റെ വെളുത്ത കഴുത്തും അവിടുത്തെ കറുത്ത മറുകും അവൾക്ക് ശരിക്കും കാണാം. ചെന്നിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ട്. അവനറിയാതെ അവൾ കുറേ നേരം നോക്കി നിന്നു. ഇനിയും നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് കണ്ട് അവൾ ഡീസൻ്റായി മരുന്ന് വെച്ച് അവൻ പിൻവാങ്ങി. ശേഷം വണ്ടി മുന്നോട്ടെടുത്തു. വഴിയിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി. അവനെന്തോ വാങ്ങിച്ചു പെട്ടെന്ന് തിരികെ വന്നു. വണ്ടി ഫ്ലാറ്റിന് മുന്നിൽ നിർത്തിയതും അഗസ്ത്യ അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവന് പിന്നാലെ അവളും ഇറങ്ങി. ഡോർ തുറന്നു. അവൻ അകത്ത് കയറി. പിന്നാലെ അവളും ചെന്നു. ലൈറ്റ് ഇട്ടതും അവിടം വെളിച്ചം പരന്നു. അവൾ ചുറ്റും കണ്ണോടിച്ചു. നല്ല വൃത്തിയും ഒതുക്കമുള്ള വീട്.
അവൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു കണ്ടു. ഒറ്റനോട്ടത്തിൽ കണ്ട സ്ത്രീകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഫ്ലാറ്റാണെന്നേ പറയൂ. സംശയം തീർക്കാൻ വേണ്ടി അവൾ അവനോട് കാര്യം ചോദിച്ചു. ഇവിടെ സാറ് മാത്രമേ ഉള്ളൂ? അതേന്ന പോലെ അവനൊന്ന് മൂളി. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യുന്നത് ആരാ? ഞാൻ തന്നെ. അവൻ്റെ മറുപടി കേട്ട് അവൾ കണ്ണ് മേടിച്ച് നോക്കി. എന്തേ, ഞാൻ ക്ലീൻ ആക്കിയാ ക്ലീൻ ആവില്ല എന്നുണ്ടോ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. മറുപടിയായി അവൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. ദാ ഇത് പിടിക്ക്, എന്നിട്ടേ ആ മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. അഗസ്ത്യ അവളുടെ കയ്യിലേക്ക് ഡ്രസ്സിൻ്റെ കവർ വെച്ചു കൊടുത്തു. തൊട്ടരികിലെ മുറി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മിഴിഞ്ഞ കണ്ണാലെ ഡ്രസ്സിൻ്റെ കവറുമായി ദിശ അവൻ കാട്ടിയ മുറിയിലേക്ക് നടന്നു. മുറിയുടെ ഡോർ ക്ലോസ് ചെയ്ത് വാഷ്റൂമിലേക്ക് നടന്നു. തനിക്ക് വേണ്ടി അവൻ വാങ്ങിച്ച ഡ്രസ്സ് കാണവേ അവളുടെ ഉള്ളിൽ കുളിര് പടർന്നു. കുർത്തിയും ആംഗിൾ ലെങ്ത് പാൻറ്റും ആയിരുന്നത് അവളുടെ ശരീരത്തിൻ്റെ കറക്റ്റ് സൈസിൽ വെട്ടി തയ്പ്പിച്ചതുപോലെ. അതവളിൽ നാണം നിറച്ചു. ഡ്രസ്സ് മാറി തിരികെ വരുമ്പോഴേക്കും അവൻ അടുക്കളയിൽ കോഫി ഇടുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ അരികിൽ ചെന്ന് കുറച്ചു നേരം അവനെ വായി നോക്കി നിന്നു. തനിക്കിത് എന്താ പറ്റിയതെന്ന് അവൾ ചിന്തിച്ചു. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ദാ കോഫി കുടിക്ക് എന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു കപ്പ് കോഫി വെച്ചു കൊടുത്തു. തൻ്റെ കയ്യിലെ കോഫിയുമായി അവൻ ഹാളിലേക്ക് നടന്നു. ദിശ, പിന്നെ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും താമസം? അഗസ്ത്യയുടെ വാക്കുകൾ കേട്ട് എന്തിനെന്നറിയാതെ ദിശയുടെ ഹൃദയം തുടിച്ചു. സോറി, വിവാഹമല്ല, കോൺട്രാക്ട് വിവാഹം. അതും പറഞ്ഞു കോഫി സിപ്പ് ചെയ്ത് പോകുന്നവനെ കണ്ടതും അവളുടെ മുഖം വാടി. താനിവിടെ നിന്നാ എങ്ങനെ ശരിയാവും? അപ്പോൾ അവിടെ ചേച്ചി ഒറ്റക്കാവില്ലേ? അത് ശരിയാവില്ല. സാറി ഇവിടെ നിന്നോട്ടെ, ഞാൻ അവിടെ നിന്നോളാം. താനൊരു കോൺട്രാക്ട് വൈഫല്ലേ, പിന്നെന്താ? അവൾ കോഫിയുമായി ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന സിങ് ചെയറിലിരുന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കോഫി സിപ്പ് ചെയ്തു. അരമണിക്കൂറിന് ശേഷം ദിശ അന്വേഷിച്ച് അങ്ങോട്ട് വന്നതായിരുന്നു അഗസ്ത്യ. അന്നേരമാണ് സിങ് ചെയറിലിരുന്ന് ഉറങ്ങുന്ന ദിശ അവൻ കാണുന്നത്. ആ കാഴ്ച അവനൊരു നിമിഷം നോക്കി നിന്നു. ശേഷം തിരിഞ്ഞു നടന്നു. പിന്നീട് അവൾ ഉറക്കമൊക്കെ ഉണർന്ന ശേഷമാണ് അവൻ ദിശയെ വീട്ടിൽ കൊണ്ടുവിടുന്നത്.